ഹലോ, വെൽക്കം ടു സേഫ ഡയറീസ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇത് ഞാൻ നാട്ടിലുള്ളപ്പോൾ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. ഇത് കംപ്ലീറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. അപ്പോൾ നമ്മളിതാ എൻ്റെ വീട്ടിലാണ്, കോഴിക്കോടാണ്. രാവിലെ എഴുന്നേറ്റ് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. നാട്ടിൽ നിന്ന് വല്ലാണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് തോന്നിയപ്പം അതുമാത്രമല്ല, ഞാൻ പപ്പയ്ക്കൊരു കമ്പനി കൊടുക്കാം എന്നുള്ളൊരു ലെവലും കൂടി ആയപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ പപ്പ പറഞ്ഞു നമുക്ക് ഉള്ളിലൂടെ നടക്കാമെന്നൊക്കെ ഞാൻ സമ്മതിച്ചില്ല. എനിക്ക് പച്ചപ്പും ഹരിതാപയൊക്കെ കണ്ട് നടക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയതാണ്. നല്ല മടിയുണ്ട് നടക്കാൻ. പക്ഷേ ഞാനിങ്ങനെ ചുറ്റും നോക്കി 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 നടന്നുകൊണ്ടിരിക്കുകയാണ്. പപ്പ ഒരു 10 റൗണ്ട് നടക്കുമ്പോൾ ഞാനൊരു 5എങ്കിലും നടക്കണമല്ലോ എന്നുള്ള രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർക്കണം, എങ്ങനെയെങ്കിലും അരമണിക്കൂറാക്കണം എന്ന് വിചാരിച്ച് വലിച്ച് നീട്ടിക്കൊണ്ട് നടക്കുകയാണ്. നല്ല മടിയുണ്ട്, എന്നാലും നടക്കുന്നുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ തലേന്നേ പ്ലാൻ ചെയ്തിരുന്നു, ഇന്ന് വ്ളോഗ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ കാണിക്കണം. അതായത് ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം, കുറച്ച് ഷോപ്പിംഗ് അങ്ങനെയൊക്കെ വിചാരിച്ചു. അങ്ങനത്തെ 24 മിനിറ്റായി. അപ്പോൾ പപ്പൻ്റെ അടുത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വേഗം നിർത്തി. ഇനി ഇപ്പോൾ അരമണിക്കൂറിലേക്കൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം നിർത്തി. പപ്പ പറഞ്ഞു നമുക്ക് പുറത്ത് പോയിട്ട് ഉഴുന്നുവട വാങ്ങിയിട്ട് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അത് നല്ലൊരു കാര്യമാണ്, നടന്നതൊക്കെ ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ പപ്പനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നു. ഞങ്ങൾ മഴയുണ്ട്, ചെറുതായിട്ട് ചാറുന്നുണ്ട്. ഞങ്ങളിതാ ഉഴുന്നുവട വാങ്ങിക്കാൻ പോകുന്നു. അങ്ങനെ നമ്മളിത് അവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടലാണ്, ചെറിയൊരു കുഞ്ഞു ഹോട്ടലാണെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ മീൻ കിട്ടിയാൽ അതും വാങ്ങണം എന്നൊക്കെ വിചാരിച്ച് പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ മീൻ എന്തോ കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ട്. ആരൊക്കെയോ ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ടായിരുന്നു മീനുണ്ടോ. സ്ഥിരമായിട്ട് വാങ്ങുന്ന ആൾക്കാരുടെ അടുത്ത് നിന്നായിരിക്കും. പക്ഷെ നമ്മൾക്ക് പിന്നെ അത് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ പിന്നെ പോയിട്ട് നമ്മൾ എവിടെ പോയി? ഉഴുന്നുവട വാങ്ങാൻ പോയി. കുറേ ആയില്ലേ കഴിഞ്ഞിട്ട് അതിൻ്റെ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി ഉഴുന്നുവട വാങ്ങാൻ നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിൽ. അപ്പോൾ അവിടെ എത്തി. രാവിലെ നല്ല ഫ്രഷ് ഉഴുന്നുവട കിട്ടും, ഇത്ര ക്രിസ്പി ഉഴുന്നുവടയും ചട്നിയൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. എനിക്ക് ഉഴുന്നുവട എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ് ഉഴുന്നുവട. അപ്പം മീൻ വാങ്ങൽ ക്യാൻസലായി, അവർ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വേണ്ട, നമുക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ, മഴയും പെയ്തല്ലോ. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി ഉഴുന്നുവട വാങ്ങിയിട്ടപ്പോഴത്തേക്കും ഇതാ മക്കളൊക്കെ ഓരോരുത്തർ എഴുന്നേറ്റ് ഓരോരുത്തർ ഫ്രഷൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ പോയപ്പോൾ ഫുൾ ഉറക്കമായിരുന്നു, എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. എല്ലാവരും ഇപ്പം ബ്രഷൊക്കെ ചെയ്ത് ഉഷാറായിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവർക്കൊക്കെ ഉഴുന്നുവട കൊടുക്കാം. അപ്പോൾ ഇതാ ഫസ്റ്റ് റൗണ്ട് പപ്പയും നൂഹുമാണ് ഇരിക്കുന്നത്. നമ്മൾ കുറേ ഒന്നും വാങ്ങിയിട്ടില്ല, കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി ഉമ്മ വീട്ടിലുണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുന്നോണ്ട് കൂടെ റെഡ് ചട്നി ഉണ്ട്, വൈറ്റ് ചട്നി ഉണ്ട്, പിന്നെ സാമ്പാറുണ്ട്. അപ്പം പപ്പയും നൂഹും ഇരുന്ന് കഴിക്കുന്നുണ്ട്. എനിക്ക് ഇനിയിപ്പം റൂമൊക്കെ ക്ലീൻ ആക്കണം, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ എല്ലാവരും കൂടി പിന്നെ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. എനിക്ക് പിന്നെ ഉഴുന്നുവട ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അത് എപ്പോഴോ ഞങ്ങൾ ട്രെയിനിൽ പണ്ട് കാലത്ത് പോണ സമയത്ത് കയറിക്കൂടിയൊരു ഇഷ്ടമാണ് ഈ ഉഴുന്നുവടനോടുള്ളത് കേട്ടോ. ട്രെയിനിലിങ്ങനെ ഉഴുന്നുവടയും ലൂസ് ചട്നിയൊക്കെ കിട്ടില്ലേ, അങ്ങനെ തുടങ്ങിയ ഇഷ്ടമാണ് ഉഴുന്നുവടനോട്. ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഇഷ്ടം. നാട്ടിൽ വന്നാൽ ആദ്യം ചെയ്യുന്ന കുറേ പ്ലാനിങ്ങുകളുണ്ട്. അവിടെ പോകണം, ഇവിടെ പോകണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ഒരുപാട് പ്ലാനിങ്ങുകളുണ്ട്. പിന്നെ ഞാൻ കുറേ ഓൺലൈൻ മിൻട്രയിൽ കുറച്ച് ഷോപ്പിങ്ങും ചെയ്യും. കാരണം ഒരു കൊല്ലത്തേക്കുള്ള ഡ്രസ്സ് കൊണ്ടുപോയാൽ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ആ ഒരു നമ്മൾ കൊണ്ടുപോയ ഡ്രസ്സൊക്കെ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പിന്നെയും കുറച്ച് ഇന്ത്യൻ വെയർ വാങ്ങിക്കും അവിടെ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വാങ്ങിച്ച ഡ്രസ്സാണ് ഈ ഒരു ടോപ്പ് മിൻട്രയിൽ. അങ്ങനെ ഞാൻ ഒരുപാട് എക്സ്പെൻസീവായിട്ട് ഇന്ത്യൻ വെയർസ് വാങ്ങലില്ല കേട്ടോ. പിന്നെ കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് പിന്നെയും പാർട്ടി വെയറുകളൊക്കെ വാങ്ങുക, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സുകൾ. അല്ലെങ്കിൽ നോർമൽ ആയിട്ട് അവിടെ നിന്ന് യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സുകൾ തന്നെ വാങ്ങാറുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ ഞാൻ അതിന് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ വിശാൽ ആമസോണിൻ്റെ പാക്കറ്റ്സ് കൊണ്ടുവന്നു. അവന് നല്ലൊരു ഷൂസ് വേണം, സ്പോർട്സ് ഷൂസ് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തപ്പിയപ്പം എനിക്ക് നല്ല ഷൂസുകൾ എന്നിട്ട് ബ്രാൻഡഡ് ഷൂസുകളൊക്കെ ഭയങ്കര വില. അപ്പോൾ ഞാൻ പറഞ്ഞു ഓൺലൈനിൽ വാങ്ങിത്തരാമെന്ന്. അങ്ങനെ ഓൺലൈനിൽ നിന്ന് അവനൊരു ഷൂസ് വാങ്ങിച്ചു. പിന്നെ ഇതൊക്കെ എന്തൊക്കെയോ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ആയിരുന്നു, ഒന്നും ഓർമ്മയില്ല കേട്ടോ. പ്രത്യേകിച്ച് പെട്ടെന്ന് ഇതിങ്ങനെ വരുമ്പം എന്തൊക്കെയാണെന്ന് വന്നതെന്നുള്ളത് ഓർമ്മയില്ല, പക്ഷേ ഷൂസ് വന്നത് ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് ഞങ്ങൾക്കാണോ ആർക്കാണ് എന്നുള്ള സാധനങ്ങൾ, കുറച്ച് ടോയ്സ് ഓർഡർ ചെയ്തിരുന്നു, അതാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ചുറ്റും കൂടി നിൽക്കുന്നത് ഇവരെല്ലാവരും.
അപ്പം ഇത് അവന് കുറേ വെയിറ്റ് ചെയ്ത് കിട്ടിയൊരു ഷൂസും പിന്നെ വാച്ചുമാണ്. വാച്ച് അവന് ഒരുപാട് കാലം നോർമൽ വാച്ചാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ കുട്ടികളുടെ കിഡ്സ് വാച്ചസാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നന്നായിട്ട് സൂക്ഷിക്കാനൊക്കെ അറിയാം, കുറച്ച് വലുതായില്ലേ. അപ്പം നല്ലൊരു വാച്ച് വാങ്ങിക്കൊടുത്തതാണ് ഫാസ്റ്റ് ട്രാക്കിൻ്റെ. നന്നായിട്ട് സൂക്ഷിക്കുകയും ചെയ്യും കേട്ടോ. ബാക്കിയുള്ളവരുടെ കയ്യിൽ കിട്ടാഞ്ഞാൽ പിന്നെ അത് കുറേ കാലം നീണ്ടു നിൽക്കും. അപ്പോൾ അങ്ങനെ അത് രണ്ടും അവൻ്റെ സാധനങ്ങൾ വന്നു. മറ്റേ അവനാകെ ചോദിച്ചതും ഈ 2 സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നാട്ടിൽ പോകുമ്പോൾ വാങ്ങിത്തരാം എന്നുള്ളത്. നാട്ടിൽ പോകുമ്പോൾ നമുക്ക് നല്ല ഡീലിന് നല്ലത് ഓൺലൈനിൽ കിട്ടുകയും ചെയ്യും. അങ്ങനെ അപ്പോൾ ഞാനിതാ പോവാൻ റെഡി ആയിട്ടോ. ഈ ടോപ്പും ഈ ഷോളും തമ്മിൽ വലിയ മാച്ചൊന്നുമില്ല. അത് എന്നോടൊരു ഫ്രണ്ടിനെ കാണാൻ പോയിരുന്നു ഞാൻ അന്ന് ദിവസം വൈകുന്നേരം. അവൾ പറഞ്ഞപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് കേട്ടോ. അതുവരെ ഞാനത് വലിയ കാര്യമാക്കി എടുത്തിട്ടില്ലായിരുന്നു. എന്തായാലും ഇന്ന് നമുക്ക് കുറച്ച് ഡ്രൈ ക്ലീനിങ് കൊടുക്കാനുണ്ട്, പിന്നെ കുറച്ച് ബുക്സ് മേടിക്കാനുണ്ട്, അങ്ങനെ ഒരു ഷോൾ വാങ്ങാനുണ്ട്, അങ്ങനെ കുറേ പണികളുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. കുട കയ്യിലുണ്ട്, മഴ ചാറുന്നുണ്ട്, പക്ഷെ ഞാൻ കുട തുറക്കില്ല. അത് ചെറുപ്പം തൊട്ടേ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ ഉള്ളത്. കുട നനഞ്ഞാലും എന്നുള്ള പേടിക്ക് സ്വയം നനഞ്ഞാലും അതങ്ങോട്ട് സാക്രിഫൈസ് ചെയ്യും. അങ്ങനെ നമ്മളിത് ആ ഓട്ടോയിൽ കയറി നമ്മൾ പോവാണ്. എല്ലാം മാവൂർ റോട്ടിൽ അടുത്തടുത്തടുത്ത് തന്നെ സ്ഥലങ്ങളായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഓട്ടോയിൽ പോയിട്ട് വരാം. പിന്നെ ഓട്ടോയിൽ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈസിയാണ്. കോഴിക്കോടൊക്കെ പ്രത്യേകിച്ച് നമ്മൾ കോഴിക്കോട് ഇറങ്ങുക, പിന്നെ പാർക്കിംഗ് നോക്കണ്ട, കാര്യങ്ങൾ നോക്കണ്ട. ഓട്ടോ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ട്രാൻസ്പോർട്ടാണ്. അങ്ങനെ നമുക്ക് തോട്ടത്തിൽ പോകണം. തോട്ടത്തിൽ പോകണം. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് DC ബുക്സാണ് ഫസ്റ്റ് നമ്മൾ പോകുന്നത്. അപ്പം അവിടുന്ന് കുറച്ച് ആക്ടിവിറ്റി ബുക്സ് ഞാൻ എപ്പോഴും മക്കൾക്ക് വാങ്ങുന്നതാണ്. അങ്ങനെ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും ഒരുപാട്. ഞാൻ കുറേ ആക്ടിവിറ്റി ബുക്സ് വാങ്ങാറുണ്ട് അവർക്ക്, 3 പേർക്കും ഇപ്പോൾ വാങ്ങണം. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. എനിക്ക് ഹിന്ദിയിലുള്ളതും കിട്ടണമായിരുന്നു. അവർക്ക് ഹിന്ദി കുറച്ച് ബാക്കോട്ടാണ്, അപ്പോൾ അതൊന്ന് ശരിയാക്കണം. അപ്പോൾ ഹിന്ദിയിലുള്ളതൊന്ന് കിട്ടണമായിരുന്നു. പക്ഷേ ഹിന്ദിയിലുള്ള ആക്ടിവിറ്റി ബുക്സൊക്കെ അവിടെ കുറവായിരുന്നു കേട്ടോ. ഞാനങ്ങനെ ഒരുപാട് ബുക്സ് വായിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ വായിക്കുക എന്നല്ലാണ്ട് അങ്ങനെ ഒരുപാട് ബുക്സ് അങ്ങനത്തെ റീഡറൊന്നും അല്ല ഞാൻ. പക്ഷേ ഇപ്പം എനിക്ക് തുടങ്ങി കുറച്ച് വായിച്ചാലേ നന്നാവുള്ളൂ. നല്ലൊരു ശീലമാണ് എന്നുള്ളത്. കാരണം കുറേ മൊബൈലും ഇതും വെച്ചിരിക്കുന്നതിനേക്കാളും നല്ലത് ബുക്സ് വായിക്കുന്നതാണ്. ബുക്സിൻ്റെ ആ ഒരു ഫീൽ കേട്ടോ. അത് മക്കളിലേക്ക് നമുക്ക് അവർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിലും നമ്മളത് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അതങ്ങോട്ട് ശരിയാവുന്നില്ല ഞാനും ബുക്കും തമ്മിലുള്ളൊരു ബന്ധം. എന്തായാലും ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവർക്കുള്ള ബുക്സ് എടുത്തു, എനിക്കുള്ള 2 ബുക്ക് എടുത്തു. അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ആക്ടിവിറ്റി ബുക്സ് കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് നോക്കി എടുത്തു, ബില്ലാക്കി ഇറങ്ങി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എനിക്കിനി ഒരു ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കണം. അപ്പോൾ നമ്മൾ പണ്ട് കൊടുത്തിരുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കൊടുത്താൽ പെട്ടെന്ന് കിട്ടും. വേറൊരു ഇപ്പം നമ്മൾ കൊടുക്കുന്ന സ്ഥലത്ത് കൊടുത്താൽ അവർ പറഞ്ഞു 1 വീക്കെങ്കിലും കിട്ടും. അപ്പോൾ കല്യാണങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിരുന്നു. പഴയ ഡ്രസ്സാണ്. അപ്പോൾ കുറേ കാലം എടുത്ത് വെച്ചതുകൊണ്ടൊന്ന് ഡ്രൈ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് അവിടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ സ്നോ വൈറ്റിന് ചെറുപ്പത്തിൽ അവിടെ തന്നെയാണ് കൊടുത്തിരുന്നത് ഡ്രൈ ക്ലീനിങ്ങിനൊക്കെ. അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കാനേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്ക് നടന്ന് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ എത്തിയപ്പം അവിടുത്തെ ചേട്ടനെ കാണാനില്ല. ചേട്ടനോ ചേച്ചിയോ ആരും ഇല്ലായിരുന്നു. ഞാൻ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ചായ കുടിക്കാൻ പോയതായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് കാണിച്ചപ്പം അത് ആ ഡ്രസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ചെറിയ ഡാമേജസ് വന്നിട്ടുണ്ട്. ഒരുപാട് കാലം യൂസ് ചെയ്യാണ്ടിരുന്നിട്ട്. അപ്പോൾ അവർക്ക് ഡ്രൈ ക്ലീൻ ചെയ്യാൻ പേടിയാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യാമെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞാൻ നോക്കട്ടെ, ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ആ ഡ്രസ്സും കൊണ്ട് കൊടുത്തില്ല ഡ്രൈ ക്ലീൻ ചെയ്യാൻ. എന്നിട്ട് ഞാൻ നടന്നപ്പോൾ നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ ഭാഗത്ത് കുറേ ബുക്ക് സ്റ്റോൾസ് ഇല്ലേ, അപ്പോൾ അവിടെ ഞാൻ കയറി. എനിക്ക് ഹിന്ദി ബുക്ക് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ അവിടെ കയറി ഹിന്ദി ബുക്സ് ഉണ്ടോ ചോദിച്ചു. അങ്ങനെ അവിടെ കുറേ തപ്പിത്തഴഞ്ഞ് കുറച്ച് കിട്ടി. അവിടെ അത്യാവശ്യം നല്ല ഈ സ്റ്റഡി മെറ്റീരിയൽസൊക്കെ ഒരുപാട് കിട്ടും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളുടെ വില കുറവിൽ യൂസ്ഡ് ബുക്സ് ആയിരിക്കും അധികവും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തോട്ടത്തിൽ പോയി. തോട്ടത്തിൽ നിന്ന് എനിക്കൊരു ഷോൾ വാങ്ങാനുണ്ടായിരുന്നു. ഞാൻ വാങ്ങിച്ചൊരു സൽവാറിന് ഷോളില്ലായിരുന്നു. അപ്പം ഷോൾ നോക്കണം എന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് പോയി. അങ്ങനെ നോക്കി വന്നിട്ടൊന്നും കിട്ടിയില്ല. എനിക്ക് റെഡിമെയ്ഡായിട്ടാണ് വേണ്ടുന്ന പ്ലെയിൻ ഷോളുകളല്ലായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ എനിക്ക് കുറേ നോക്കി, അവിടെ കിട്ടി. പക്ഷേ മഞ്ഞ കിട്ടി, പിങ്ക് കിട്ടി. എനിക്ക് വേണ്ടത് പച്ച. ഇതൊക്കെ സൽവാറിലുണ്ട്, പക്ഷേ എനിക്ക് വേണ്ടത് പച്ച കിട്ടിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ തിരിച്ചു പോകാൻ എനിക്ക് പറഞ്ഞാൽ ഞാൻ ഡൈ ചെയ്യാൻ കൊടുത്തിരുന്നു എൻ്റെ ഒരു പൈജാമൻ്റെ ക്ലോത്ത്. അത് വാങ്ങിയിട്ട് ഞാൻ അങ്ങനെ തിരിച്ചു പോയി. ഇനി നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാണ്. വെള്ളിയാഴ്ചയാണ്, പള്ളിയിൽ പോകണം. കാരണം ഖത്തറിൽ ഞാൻ അധികം വെള്ളിയാഴ്ച ജുമാക്ക് പോകാറില്ല. കാരണം മക്കളൊക്കെ എഴുന്നേറ്റ് വരുന്ന സമയം, പിന്നെ നൂഹിനെയും കൊണ്ട് പോകുമ്പം ഒച്ചയുണ്ടാക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോകാറില്ലായിരുന്നു. നാട്ടിലാകുമ്പോൾ പിന്നെ ആ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അവർക്ക് നമ്മളെ നാട്ടിലെ കുട്ടികളെയും കൊണ്ട് ഒരുപാട് പേര് വരുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിൽ പോവാണ്. ഫ്രഷായിട്ട് വേണം ഇനി പള്ളിയിൽ പോവാൻ.
അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ പള്ളിയിൽ പോവുകയാണ്. സാറ് നല്ല സുന്ദരിയായിട്ടിരിക്കുന്നുണ്ട്. ഉമ്മ പിടിച്ചിട്ട് മഫ്തയൊക്കെ ഇട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റേത് ഇങ്ങനെ തലേന്ന് വീണുകൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് നിസ്കരിക്കുമ്പോൾ തന്നെ എങ്ങാനും ഷോളാണ് ചുറ്റിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 10 പ്രാവശ്യം അത് അഴിഞ്ഞു വീഴും. അപ്പോൾ ഇങ്ങനെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുക്കി വിട്ടതാണ്. അപ്പോൾ നമ്മളിതാ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ആ പള്ളിയൊക്കെ കൂടി നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇനി ചോറ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകണം. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആ ചോറൊക്കെ കഴിഞ്ഞ് ചക്ക കഴിച്ചു. ചക്ക എനിക്ക് ഇപ്രാവശ്യം കിട്ടിയ ആകെ ഒരു ചക്ക ഇതാണ് കേട്ടോ. അതന്നെ ഞാൻ നാട്ടിൽ വരുന്നതിൻ്റെ മുന്നേ ഉമ്മാനോട് വിളിച്ചു പറഞ്ഞ് ഉമ്മ ഞങ്ങളുടെ ഒരു കസിനെ ആൻറ്റിനെ ഏൽപ്പിച്ച് ആ ആൻറ്റി എടുത്തു വെച്ചതുകൊണ്ട് കിട്ടിയ ചക്ക. അപ്പോൾ അതാ ഇപ്പോൾ അവർക്ക് ഞാൻ വാങ്ങിയ ബുക്സൊക്കെ കൊടുത്തു. അവർ ഫുൾ ഇന്ന് തീർക്കുന്നുള്ള ലെവലിൽ നിൽക്കുന്നുണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമുക്ക് എന്തെങ്കിലും പുതിയ സാധനം കിട്ടിയാൽ നമ്മളത് വിടാതെ കൈ പിടിച്ച് നടക്കുമല്ലോ. അങ്ങനെ ഞാനിതാ പിന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ ഡ്രസ്സൊന്നും മറന്നില്ല. മക്കളെ കാണാണ്ട് വേഗം ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ എന്താ പറയുക, കാണാൻ പോകുന്ന ആളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ സ്കൂൾ മേറ്റ്, കോളേജ് മേറ്റ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ വേണേൽ പറയാം. എന്നും കാണുന്നില്ല, എന്നും സംസാരിക്കുന്നില്ല, പക്ഷേ ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ പറയാം. ഒരു എന്താ പറയുക, ആ ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. എപ്പോൾ കണ്ടാലും അങ്ങനെ ഒരു ഓപ്പൺ സംസാരത്തിലേക്ക് പോകാൻ പറ്റിയ റിലേഷൻഷിപ്പ് അതാണത്. അപ്പോൾ അവൾക്കൊരു ഡിസൈനർ സ്റ്റുഡിയോ ഉണ്ട്. അവരിപ്പോൾ ഇത് പുതിയതായിട്ട് റീസെൻ്റ് ആയിട്ടുള്ളൊരു തുടങ്ങിയതാണ് ഈ ഒരു ഔട്ട്ലെറ്റ്. അപ്പോൾ ഞാനത് കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അവളുടെ ആ ഒരു സ്റ്റുഡിയോയിലേക്കാണ് പോയത്. സുഹാനാസ് ഡിസൈനർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട്. കണ്ടിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷേ മറന്നുപോയി. അവളെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ സംസാരിക്കാനിരുന്നു പോയി, മറന്നുപോയി. പിന്നെ ഒരു 5:30 ആയപ്പോഴാണ് ഭയങ്കര മഴ. അപ്പോൾ അവരെന്നെ തിരിച്ച് ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഞാനിത് ആ മഗ്രിബൊക്കെ നിസ്കരിച്ചത് അവരിത് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡൗട്ടൊക്കെ ചോദിച്ച് കുറച്ച് നേരം അവരെ കൂടെ ഇരുന്നു. അപ്പോൾ ഞാനങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ടൈം പഠിക്കണം എന്നല്ല, എന്തെങ്കിലും അവർ വീക്കായിട്ടുള്ളതുണ്ടെങ്കിൽ അതിലേക്കൊരു ചെറിയൊരു പുഷ്. കാരണം കുറേ ദിവസം മാറി നിൽക്കുമ്പോൾ അതിലൊരു വീക്കായി പോകണ്ടെന്നുള്ളതേ ഉള്ളൂ, അല്ലാണ്ട് അടിച്ചിരുത്തി കണ്ണുരുട്ടി പഠിപ്പിക്കണം എന്നല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ പുതിയ വീട്ടിലേക്ക് വാങ്ങിച്ചിരുന്നു, കിച്ചണിലേക്ക്. അപ്പോൾ അത് ഇന്നാണ് അവർ ഡെലിവറി ചെയ്തത്. നമ്മൾ പോയി വാങ്ങിച്ചപ്പോൾ കുറേ ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞു അവർ ഡെലിവറി ചെയ്ത് തരാമെന്ന്. അങ്ങനെ അവർ ഡെലിവറി ചെയ്ത സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ ബില്ല് നോക്കിയിട്ടത് ക്രോസ് ചെക്ക് ചെയ്യായിരുന്നു, എല്ലാം വന്നോ എല്ലാം ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയായിരുന്നു എങ്ങനെയൊക്കെയാണെന്നൊക്കെ. രാത്രിത്തേക്ക് നമുക്ക് ചിക്കൻ ബ്രോസ്റ്റ് ആയിരുന്നു, അത് ഉമ്മാൻ്റെ റെസിപ്പിയാണ്. അപ്പം അതുണ്ടാക്കി, അതിനും പിന്നെ കൂടുതലായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അതുണ്ടാക്കി, അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ലഡു കഴിച്ചു, പിന്നെ ഉറങ്ങാനായി. അത്രയേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് തോന്നുന്നുണ്ട് നാട്ടിൽ നിന്ന് ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ട്യൂൺ ടു സേബ ഡയറീസ്. ടേക്ക് കെയർ, ബൈ.